നിങ്ങളൊരു സൂത്രം കാണിച്ചു തരാം കേട്ടോ. അവിടെ ഒന്നും ഇനി പരിപാടിയായില്ലേ. ഞാൻ പറഞ്ഞില്ല എന്നെ അങ്ങോട്ട് അവരെ കൂട്ടത്തില്ലെന്ന്. കഞ്ഞി കറി വെക്കാൻ ആഹാ ഇങ്ങോട്ട് ഞാൻ വരുന്നുണ്ട്. പോവാണ് അങ്ങോട്ട് പോവാൻ. എവിടെ മേലെ എന്തിനാ മുടി വെക്കിട്ടിരുന്നേ? ജംഗ്ഷനില് ബാർബർ കടയിൽ പോവാ. ഓ ബാർബർ കടയിൽ പോകണോ? ഓ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ? ഞാനവിടെ പോ. വേണ്ട എന്തിനാ ഇനി വീട് താഴോട്ട്? അപ്പൊ കൊച്ചവിടെ വെച്ചിട്ട് പോകും. പിന്നെ എടുത്താൽ വാല എടുത്തിട്ട് പോകത്തില്ലല്ലോ. എറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൊള്ളും. ആ ഗ്ലാസ് 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 ആ ക്യാച്ച്. ആ അമ്മ ആരാ? പുലിയല്ലേ? അപ്പം ഞാൻ അപ്പുറത്ത് പോട്ടെ. നല്ല വെയിലല്ലേ. ഇതിലെ വഴിയുണ്ടോന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ പോയിരിക്കും. എവിടെ പോലും അപ്പുറം ചെല്ലും കേട്ടോ. सनलाइट है ना? आओ नहीं ठीक है मैं जा उधर. പോട്ടെ. ഇത് തന്നെയാണ് വഴി. കണ്ടോ ഈ മരങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ മുറിച്ച് കളയാൻ തുടങ്ങും. കാട്ടി എവിടെ പോയാലും നമ്മൾ ചെല്ലും. ഓ കണ്ടോ റോഡ് കിട്ടി. റോഡ് വന്നു. ഇത് കണ്ടോ ഇതവരുടെ വീട്. ആ ഇത് കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ കൃഷി. ഇത് കണ്ടോ ഇത് മുഴുവൻ കൃഷിയാണേ. ഇത് കണ്ടോ ഞാൻ എപ്പോഴും പറയാറില്ലേ ടി വിയിൽ മീൻസ് ഞാൻ വീഡിയോ എടുക്കും പറയില്ലേ ഇത് തക്കാളിയാണ് കേട്ടോ. മുഴുവൻ തക്കാളി. ഇത് കണ്ടോ വെയിലാണ്ട് അധികം കാണുന്നില്ല. ഒരു പ്ലാവ് കാണിച്ചു തരാം. ഇത് കണ്ടോ ഒരു പ്ലാവ് നിൽക്കുന്നത്. വേലി കെട്ടിരിക്കുക. ഇത് കണ്ടോ ഈ ഈ ഈ ഇതില്ലേ ഇതാണ് ചീര. ഞാൻ പറഞ്ഞിട്ടില്ല ഈ ചീര. ഇത് ചീര കൃഷിയാണ് കേട്ടോ. ഇത് കാടല്ല, ഇത് ഫുള്ള് ചീരയാണ്. ഇതിനൊരു കെട്ട് നമ്മുടെ ഒരു കൈ കെട്ടിന് എത്ര രൂപയെന്നറിയാം ഇവിടെ? സീസൺ അനുസരിച്ചാണ് 30 രൂപ 40 രൂപ അങ്ങനെയൊക്കെ. ഇതാണ് ഇതൊക്കെ നല്ലതാണ്. നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ഇതുണ്ട്. പക്ഷെ നമ്മളിത് കഴിക്കാറില്ല. ഞാനൊക്കെ എന്നെ പറമ്പിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ചീരയാണ്. ഇവർക്ക് അറിയാം. നമുക്കൊന്നും അധികം അറിയില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഇതുണ്ടോ ഇതല്ല ഞാൻ ഇവിടെ ഒരു കമ്പിവേലി കെട്ടിയിട്ടുള്ളതുകൊണ്ടേ ഇതിൻ്റെ അകത്തോടെ എടുക്കാമെന്ന് നോക്കാം. ഓ കൈ പോവില്ല പിന്നെ എങ്ങനെയാണ്. അപ്പോൾ ഇത് നിങ്ങളെ കാണിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇത്രയും ദൂരം. കുറച്ചേ ഉള്ളൂ കേട്ടോ. കാട്ടിക്കൂടെ വന്ന വഴി അറിയില്ല. കാടല്ല, ഒരാളുടെ സ്ഥലം തന്നെയാണ്. എന്നാലും കണ്ടോ അടിപൊളിയല്ലേ. ഇത് ഫുള്ള് അതിൻ്റെ മരം കേട്ടോ. ഇവർ ഈ സൈറ്റ് കൊടുക്കില്ലെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് അവർ ഇയർ അവർ കട്ട് ചെയ്യും. കട്ട് ചെയ്യുമ്പോൾ അവർ നല്ല ലാഭമല്ലേ. അതുകൊണ്ട് അവർ സെയിൽ ചെയ്യത്തില്ല. അങ്ങനെ എത്തി. കണ്ടോ ചീര കണ്ടല്ലോ. അപ്പോൾ ഇതിന് സൈറ്റൊക്കെ ഞാൻ ടെറസിൻ്റെ മുകളിൽ പോയിട്ട് എടുക്കാം കേട്ടോ. ഇപ്പം ഭയങ്കര വെയിലാണേ. കുറച്ച് വെയിൽ കുറയുമ്പോൾ നോക്കട്ടെ മേലെ പോകാൻ പറ്റുമെന്ന് കേട്ടോ. അപ്പം ഞാൻ എല്ലാം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞില്ല. എൻ്റെ ഫ്രണ്ട്സിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ വന്നതാണ്. അത് പറഞ്ഞില്ലല്ലേ. ഇത് സെക്കൻഡ് ഫ്ലോറിലേക്ക് പോവാണേ. ഇത് 3ാമത്തെ ഫ്ലോറാണ് കേട്ടോ. ഇതവിടെ മോൻ താമസിക്കുന്നത്. ടെറസിൽ പോകാം. ആയി സ്റ്റെപ്പ് കയറുന്ന എനിക്കുണ്ടല്ലോ ഈ ഹൈറ്റും പിന്നെ ഇറക്കം ഭയങ്കര പേടിയുള്ള കാര്യം കേട്ടോ. ഞാൻ ടെറസിലെത്തി.
ഇവിടെ ചർച്ചുണ്ട് കേട്ടോ. അവിടുന്ന് കന്നഡയാന്ന് തോന്നുന്നു മാസ്. ഇത് കണ്ടോ, ഞാനിപ്പോൾ കാണിച്ചില്ല അതേ തന്നെ. ഇത് കണ്ടോ, ടൊമാറ്റോ ഉണ്ടോ, ഇതുണ്ട്. അങ്ങൊക്കെ ഏതോ കൃഷിയുണ്ട്, അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പം നമുക്ക് കണ്ടല്ലോ ഇവിടുത്തെ പ്ലേസൊക്കെ. അപ്പം നമുക്ക് താട്ടിറങ്ങാം കേട്ടോ. കാരണം പിന്നെ ആകുമ്പം തിരക്കായതുകൊണ്ട് ഈ വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇപ്പോൾ വന്നത്. അവർ വൈകുന്നേരം മതിയെന്ന് പറഞ്ഞതാണ്. ഇറങ്ങട്ടെ കേട്ടോ താഴോട്ട്. ഇങ്ങനെ ഇറക്കണം. ഇതാണ് എൻ്റെ ഫ്രണ്ട് കേട്ടോ. ഇവളുടെയാണ് വീട്. ഇവളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് ഇന്ന്. അവൾ നല്ല സുന്ദരി കുട്ടിയായിട്ട് ഒരിക്കലൊക്കെ നിൽക്കുവാണ്. 25th വെഡിങ് ആനിവേഴ്സറി. ഇപ്പം വീട് കൺസേൺ ഇത് പിന്നെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് കറക്റ്റ് 1 year 8 month. ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് 8 month ആയതേ ഉള്ളൂ. പിന്നെ ഇപ്പം അവരുടെ വെഡിങ് ആനിവേഴ്സറി. അപ്പോൾ രണ്ടിനും ഞാൻ വന്നു. ഓക്കെ, ശരിക്കടി. എടുക്കരുതെന്ന് പറഞ്ഞു. ഞാൻ ഞങ്ങൾ മുകളിലേക്ക് പോവാണ്. നമ്മളിപ്പോൾ എങ്ങോട്ടാ പോകുന്നത്? വാർക്കപ്പുറം കാണിക്കാൻ പോവാന്ന്. സലോമയുടെ ഇനൊരു വീട് കാണിക്കും, മീൻസ് മോളെ മേലെ കാണിക്കാൻ വന്നതാണ് കേട്ടോ. ഇവരൊക്കെ വെഡിങ് ആനിവേഴ്സറിക്ക് വന്നവരാണ്. 25 വർഷത്തെ വെഡിങ് ആനിവേഴ്സറി. ഇതാണ് എൻ്റെ ഫ്രണ്ട്. ഇത് റെൻറ്റിന് കൊടുക്കാനുള്ളതാണ് കേട്ടോ. കഷ്ടമുണ്ട്, നല്ലപോലെ അധ്വാനിച്ചുണ്ടാക്കിയ സ്വന്തം വീട്. കേട്ടോ പിന്നെ സ്ഥലമൊക്കെ ഉണ്ടല്ലോ, സ്ഥലമുണ്ട്, കല്ലക്കാരൊക്കെ വാർത്ത് കൊടുത്തിട്ടുണ്ട്. അവളുടെ വീട് അവളുണ്ടല്ലോ, വീടിൻ്റെ ഇനിയും മോഡിഫിക്കേഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒന്നില്ല. ഇവള് ഞങ്ങൾ 3 പേരാണ് കേട്ടോ, ഫ്രണ്ട്സാണ്. എൻ്റെ താക്കോലില്ല. അപ്പോൾ എല്ലാവർക്കും BHK വേണമെന്നാണ് പറയുന്നത്. പിന്നെ വരുന്നുണ്ട് ബംഗാളി, പിന്നെ വരുന്നത് ആഫ്രിക്കക്കാർ. ഈ സാമ്പ്രാൻ കോളേജിലുള്ള കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ കുറേ പേര് ചോദിച്ചു, അവർക്കൊന്നും കൊടുത്തില്ല. പിന്നെ ചിലത് നമ്മൾ കൊടുക്കാമെന്ന് പറയുന്നു. എവിടെയാ പോയാ കേക്ക് വന്നു, കേക്ക് ഓർഡർ ചെയ്യാൻ കൊടുത്തത് കിട്ടിയില്ല. എന്റെ വീട് തുറന്നു നോക്കിയത് അവര് ആക്ച്വലി വെറുതെ ഉള്ളപ്പോ വന്നിരിക്കാൻ വേണ്ടി പറഞ്ഞു. അതെന്തോടി സൗണ്ട്? നമുക്കിനി വേണ്ട സമയത്ത് എന്ത് ചെയ്യണം, ലോഫ്റ്റ് ഈ മേലെയുള്ള അതും കൂടി അങ്ങ് വെച്ചിട്ട് നമ്മള് താഴെ എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. താഴെ എൻ്റെ ഫ്രണ്ട് താമസിക്കുന്നു. മുകളിൽ അവളുണ്ടല്ലേ, അവളുടെ വെഡിങ് ആനിവേഴ്സറിയാണ്, അവളുടെയാണ് വീട്. അപ്പോൾ താഴെ ഇവർ താമസിക്കുന്നു. ഫ്രണ്ട്സ് രണ്ടും ഒരു വീട്ടിൽ, ഞാനൊക്കെ വേറെ വീട്ടിൽ. ഒരു ഭാഗ്യം വേണ്ട അതിനൊക്കെ അല്ലേ. ഒന്ന് പകലുള്ള ഫോൺ വന്ന് കഴിയുമ്പോ